LMR London Malayalam Radio, the station that loves God's own country and its people. London Malayalam Radio. LMR. ദൈവത്തിന്റെ പ്രിയജനമേ, ഈസ്റ്റർ ദിന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലണ്ടൻ മലയാളം റേഡിയോയുടെ ഒപ്പം ഇതിന്റെ ശ്രോതാക്കളായ നിങ്ങൾക്കൊപ്പം ഈ ഈസ്റ്റർ ആഘോഷിക്കുവാന് ദൈവം തന്നിരിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ആഘോഷത്തിലാണോ? ഒത്തിരി തിരക്കിന്റെ സമയങ്ങളായിരിക്കാം. ആദ്യമേ തന്നെ ഞാൻ ഈസ്റ്ററിന്റെ എല്ലാവിധ ആശംസകളും ഉദിതനായ യേശുക്രിസ്തുവിന്റെ നാമധേയത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആഘോഷങ്ങളോടൊപ്പം അല്പനേരം നാം ഈസ്റ്ററിനെ പറ്റിയൊക്കെ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. ഇതിലെ കേൾക്കുന്ന വചനങ്ങളിലൂടെ, ഗാനങ്ങളിലൂടെ ഈസ്റ്ററിന് പുത്തൻ ചൈതന്യം, ഒരു ഉണർവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. നമ്മൾ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. വലിയ പ്രത്യാശയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു ഈസ്റ്ററായിട്ട് ഈ ഈസ്റ്റർ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ. ദുഃഖവെള്ളിക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആചരിക്കുന്നത്. ഭൂരിഭാഗം ക്രിസ്തുമത വിശ്വാസികളും ഈ ദിവസം പുണ്യദിനമായിട്ട് ആചരിക്കുന്നു. ഈസ്റ്റർ ആചരണത്തിന്റെ ചരിത്രം പറയുന്നത് ഇപ്രകാരമാണ്. ആദ്യ നൂറ്റാണ്ടില് റോമിലെ ക്രിസ്ത്യാനികള് ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമർമ്മമായ പുനരുദ്ധാനത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസം ആദിമ പൗരസ്ത്യ സഭയിലെ വിശ്വാസികള് പരസ്പരം വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മറ്റേയാൾ പ്രതിവചിക്കുകയുമായിരുന്നത്രേ. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിലാണ് ഈസ്റ്റർ ആചരിച്ചിരുന്നത്. സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾക്കിടയിൽ ഇപ്പോഴും ഈസ്റ്ററിനെ ഉയർപ്പ് പെരുന്നാൾ എന്നർത്ഥമുള്ള കംദ്യാ പെരുന്നാൾ എന്നും പറയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ദൈവം ഈ ഒരു ഈസ്റ്റർ കൂടി ആഘോഷിക്കുവാന്, ആചരിക്കുവാന്, കാണുവാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 2017 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ജെറുസലേമില് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടുകയും ഏകദേശം 500ഓളം ആളുകൾക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തതായിട്ട് നാം വചനത്തിലൂടെ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയൊക്കെ പലപ്പോഴും പല കള്ളപ്രചാരണങ്ങളുമൊക്കെ പലയിടത്തും നമുക്ക് കാണുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിലൂടെ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് എന്ന്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് എന്ന് പൗലോസ്ലീഹ നമ്മോട് പറയുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ട് ഇല്ല എങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. നമ്മളുടെ ഈ ലോക ജീവിതം കൊണ്ട് എന്താണ് പിന്നെ നാം അർത്ഥമാക്കേണ്ടത്? ഒരു ക്രൈസ്തവന്റെ വിശ്വാസത്തിന്റെ ഒരു വലിയ മൂല്യം നാം യേശുക്രിസ്തുവിനോടൊപ്പം പാപത്തിൽ മരിക്കുകയും ഉയർപ്പിക്കപ്പെടും എന്ന ഒരു വിശ്വാസത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 652 ഖണ്ഡികയിലൂടെ ഇപ്രകാരം സഭ നമ്മെ പഠിപ്പിക്കുന്നു: പഴയ നിയമത്തിലും യേശു തന്റെ ഭൗതിക ജീവിതകാലത്ത് നൽകിയ വാഗ്ദാനങ്ങളുടെ നിറവേറ്റിട്ടാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനമെന്ന്. പെസഹ രഹസ്യത്തിന് 2 ഘടകങ്ങളുണ്ട്. അവിടുന്ന് തന്റെ മരണം വഴി നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. തന്റെ പുനരുദ്ധാനം വഴി പുതിയൊരു ജീവിതത്തിലേക്കുള്ള മാർഗം നമുക്കായി തുറന്നു തരുന്നു. ഈ നവജീവിതം സർവോപരി നമ്മെ ദൈവവരപ്രസാദത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്ന നീതീകരണമാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും ജീവന്റെ പുതുമയിൽ ചരിക്കേണ്ടതിനാണ് ഇത്. പ്രിയമുള്ളവരെ, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്.
ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ഒരു പുതുമയില്, ഒരു ചൈതന്യം ലോകത്തിൽ വ്യാപരിച്ചു എങ്കിൽ ഇന്ന് ക്രിസ്ത്യാനിയായിരിക്കുന്ന നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ദൈവത്തിൻ്റെതായ ഒരു ചൈതന്യം പുറപ്പെടണം. ദൈവത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുക്രിസ്തു തന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ വിളിച്ചത് സഹോദരന്മാരാ എന്നാണ്. പോയി എന്റെ സഹോദരന്മാരോട് പറയുക, നമ്മൾ സഹോദരങ്ങളായിരിക്കുന്നത് പ്രകൃതിയാലല്ല, പിന്നെയോ കൃപാവര ദാനത്താലാണ്. എന്നാൽ ഈ ദത്തുപുത്രത്വം നമുക്ക് ഏകപുത്രന്റെ ജീവനിൽ യഥാർത്ഥമായ ഒരു ഭാഗധേയം നൽകുന്നു. ഈ ജീവൻ അവിടുത്തെ പുനരുദ്ധാനത്തിൽ പൂർണ്ണമായി വെളിവാക്കപ്പെട്ടതാണ് എന്ന്. ഇന്ന് യേശുക്രിസ്തു ഉദ്ധിതനായിരിക്കുന്നത് വിശ്വാസികളുടെ ഹൃദയങ്ങളിലാണ്. അതിനാൽ ഞാനും നിങ്ങളും ആ ഒരു പ്രത്യാശയിൽ വേണം ജീവിക്കുവാന്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ വലിയ ഉദാഹരണം തന്നെ. നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടിപ്പിച്ചത് തന്റെ ഏകപുത്രനെ ലോകത്തിന്റെ പാപങ്ങൾക്കായിട്ട്, ക്രൂശിലെ ബലിക്കായിട്ട് വിട്ടുകൊടുത്തു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട്, രക്ഷാകര കർമ്മത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് തന്റെ ഏകപുത്രനെ ക്രൂശിലെ ബലിയായിട്ട് സമർപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ വെറുമൊരു ആഘോഷമാക്കി മാറ്റാതെ ക്രിസ്തുവിലുള്ള പ്രത്യാശയില്, ദൈവീയത്തിലുള്ള പ്രത്യാശയില് വലിയൊരു സന്തോഷത്തിൻ്റെതായ, പ്രത്യാശയുടേതായ ദിവസങ്ങളാക്കി, സമയങ്ങളാക്കി ഇതിനെ കാണുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനാം യേശുവെന്റെ കൂടെയുണ്ടല്ലോ. ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനാം യേശുവെന്റെ കൂടെയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. കൂടെയുണ്ടല്ലോ, യേശുണ്ടല്ലോ, എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് ആർത്തുപാടിടാം. കൂടെയുണ്ടല്ലോ, യേശുണ്ടല്ലോ, എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് ആർത്തുപാടിടാം. ദേഹമാകെ മുറിവുകളാൽ മൂടിയെന്നാലും യാത്രികനായ യേശുവെന്റെ ചാരെ വന്നിടും. ദേഹമാകെ മുറിവുകളാൽ മൂടിയെന്നാലും യാത്രികനായ യേശുവെന്റെ ചാരെ വന്നിടും. കൈപിടിച്ചിടും, പൊരിയെടുത്തിടും, എന്റെ നൊമ്പരങ്ങൾ മാറ്റി സൗഖ്യമേകിടും, സൗഖ്യമേകിടും. കൂടെയുണ്ടല്ലോ, യേശുണ്ടല്ലോ, എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് ആർത്തുപാടിടാം. ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനാം യേശുവെന്റെ കൂടെയുണ്ടല്ലോ.
ലോകമാകും ഉൾപ്പടർപ്പിൽ കുടുങ്ങിയെന്നാലും കൂട്ടം വിട്ട എന്നെ തേടിയിടയൻ വന്നിടും. ലോകമാകും ഉൾപ്പടർപ്പിൽ കുടുങ്ങിയെന്നാലും കൂട്ടം വിട്ട എന്നെ തേടിയിടയൻ വന്നിടും. മാറോടണച്ചിടും, ചുംബനമേകിടും, തോളിലേറ്റി എന്നെ എൻ്റെ കൂടണച്ചിടും. ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനാം യേശുവെന്റെ കൂടെയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. കൂടെയുണ്ടല്ലോ, യേശുണ്ടല്ലോ, എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് പാടിടാം. കൂടെയുണ്ടല്ലോ, യേശുണ്ടല്ലോ, എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് പാടിടാം. യേശുക്രിസ്തു ഉദ്ധിതനായതിനു ശേഷം ശിഷ്യഗണത്തെ ഒരു പ്രേക്ഷിതധർമ്മം ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന്. പ്രിയമുള്ളവരെ, ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞ ഈ ഒരു വലിയ ദൗത്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരോടും ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ശിഷ്യനും മകനും മകളും ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സകല സൃഷ്ടികളോടും സദ്വാർത്ത അറിയിക്കുവാനായി നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ യേശുവിനെ പറ്റി, ദൈവത്തിന്റെ വചനത്തെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടി ദൈവം നമ്മെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ അടക്കിയ കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്ന കാവൽക്കാര് വ്യാജ പ്രഖ്യാപനം നടത്തുന്നതായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണിമാരും കൂടിയാലോചിച്ചതിനു ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് ഈ ലോകത്തിന്, പടയാളികൾക്ക്, ഇവർക്ക് എല്ലാം അറിയാമായിരുന്നു. ആയതിനാല് യേശുക്രിസ്തുവിന്റെ ശരീരം കല്ലറയില് 3-ാമത്തെ ദിവസം കാണാതായപ്പോൾ അവർ കെട്ടുകഥകൾ ചമച്ച് കർത്താവിന്റെ രക്ഷാകര പദ്ധതികളുടെ പൂർത്തീകരണത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുവാന് പരിശ്രമിച്ചു. എങ്കിലും അവർ വിജയം കണ്ടില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കല്ലറകളില് നമ്മളെയൊക്കെ അടക്കിയാല്, നമ്മുടെ ആത്മാവ് വേർവിട്ടാൽ പോലും നമ്മുടെ ആ ഭൗതിക ശരീരം കല്ലറയിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെങ്കില് കർത്താവായ ആ ഓരോ കല്ലറയുടെ പേരിലും, നമ്മളെയൊക്കെ അടക്കിയ കല്ലറയുടെ മേളില് നമ്മുടെ പേരുകള് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെങ്കില് കർത്താവായ യേശുക്രിസ്തുവിനെ അടക്കിയ കല്ലറയുടെ മേളില് അവൻ ഇവിടെയില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ വ്യാജമാക്കുവാൻ വേണ്ടി എതിരെ വ്യാജമായിട്ട് പ്രസ്താവന നടത്തുവാന് അങ്ങനെ ആളുകൾ പരിശ്രമിക്കുന്നതായിട്ട് വചനത്തില്, ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനും നിങ്ങളും ഈ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയുടേതായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. അങ്ങനെ പ്രത്യാശയിൽ ജീവിക്കുവാന്, സമാധാനത്തിലായിരിക്കുവാന് ദൈവം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ,
രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ജായറോസിൻ കുഞ്ഞിനായി നവ്യജീവൻ തന്നവൻ. ആത്മജീവനിലാഴമായി ദിവ്യശാന്തി പകർന്നവൻ. കൈപിടിച്ചു കുഞ്ഞിനോടായി യേശുവരുളി സ്നേഹമാ ബാലികേ നീയുണരൂ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവിൻ പ്രിയ സ്നേഹിതൻ ലാസറെന്നൊരു സോദരൻ അഴുകി 4 ദിനങ്ങളായി ഹൃദയണഞ്ഞു കഴിഞ്ഞവൻ. ആ കുടീരം കണ്ടു നാഥൻ സ്നേഹമോടെ ചൊല്ലിയേവം ലാസറേ പുറത്തു വരൂ. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ജീവന്റെ ജീവനായവൻ. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 657. മാഞ്ചസ്റ്റർ 01617483335.
Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. വിശ്വാസത്താല് സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പൗലോസ് ലീഗ ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് നമ്മളെല്ലാവരും സമൃദ്ധി പ്രാപിക്കട്ടെ, ഐശ്വര്യം പ്രാപിക്കട്ടെ എന്ന് വചനം നമ്മോട് പറയുന്നു. അങ്ങനെ പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പരസ്പരം സ്നേഹിക്കണം. സഹോദര സ്നേഹം നമ്മളിൽ ഉണ്ടാകണം. മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരോട് ചേർന്ന് നിന്ന് അവരെ സഹായിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ ഒന്നുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാന്, അവരോട് കരുണ കാണിക്കുവാന്, പ്രത്യേകിച്ച് നമ്മൾ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വലിയ ആഘോഷങ്ങളുടെ വാണിജ്യവൽക്കരിച്ചിരിക്കുകയാണ് ഈ ലോകം. ഈ ആഘോഷങ്ങളുടെ പുറകെ പോകാതെ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുവാനുള്ള മനസ്സുകൾ ഉണ്ടാകണം. അവരെ സഹായിക്കുവാനുള്ള വ്യക്തികൾ ഈ ലോകത്തിൽ ഉണ്ടാകണം. ആഹാര സാധനങ്ങളായാലും നാം എന്തിനു പറയുന്നു, ഒരു ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ആവശ്യത്തിലും അധികം ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി എത്രയോ ഭവനങ്ങളിൽ നാം അത് വേസ്റ്റാക്കി കളയുന്നു. അതേസമയം തന്നെ ഒരൽപ്പം ആഹാരത്തിനായി വിശക്കുന്ന എത്രയോ വ്യക്തികൾ ഈ ലോകത്തുണ്ട്. നാമൊക്കെ അവരിലേക്കൊന്ന് തിരിയുന്നത് നല്ലതാണ്. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ സഹായിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടെയും വേദനകളായി മാറുന്ന ഒരു ഈസ്റ്ററാക്കി നമുക്ക് ഇതിനെ മാറ്റാം. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജന്മനാടുകളിൽ ഒക്കെ അനേകം ആളുകൾ സാമ്പത്തിക ഞെരുക്കത്തിൽ, രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ, മാനസിക ക്ലേശങ്ങളിൽ ഒക്കെ കഴിയുന്ന അനേക ആയിരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മളെ കഴിയാവുന്ന രീതിയിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനും നാം തയ്യാറാകണം. അങ്ങനെ സന്തോഷത്തിൻ്റെതായ, സമാധാനത്തിൻ്റെതായ ഒരു ഈസ്റ്റർ ആഘോഷിക്കുവാന് നമുക്കൊരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ. പൗലോസ് ലീഗ ഇപ്രകാരം പറയുകയാണ്: നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് എന്ന്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോഴും ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിന് ഉള്ളവനായിരിക്കും എന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവത്തിന് ഉള്ളവൻ ആകുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന, അതനുസരിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറണം. അങ്ങനെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മകനും മകളുമായിട്ട് തീരും. ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് മാറും. ആയതിനാൽ നാം ജീവിച്ചാലും മരിച്ചാലും ഉള്ളവളാണ് എന്ന് നാം തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. എന്റെ മുഖം
മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. ഞാൻ നന്മകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ മനം തുടിക്കും. ഞാൻ നന്മകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ മനം തുടിക്കും. അവൻ എന്നെ തോളിലെടുക്കും. സ്നേഹത്താൽ താലോലിക്കും. ഞാൻ നന്മകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ മനം തുടിക്കും. അവൻ എന്നെ തോളിലെടുക്കും. സ്നേഹത്താൽ താലോലിക്കും. എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. വീണ്ടും വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ്
ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതുമെന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് ഒന്ന് മാത്രമേ ഉള്ളൂ. അവനൊന്നേ ഉള്ളൂ. ഇന്നും ഇന്നലെയും ഇന്നും ഒരാൾ തന്നെ, യേശു ക്രിസ്തു. ഈ സത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ദൈവമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നാം മരിക്കുകയും നമ്മെ കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിക്കും എന്ന ഒരു പ്രത്യാശയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നു. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിനു വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു. എന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവില് പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഈ അല്പകാലത്തെ പ്രവാസ ജീവിതത്തിനായിട്ട് ദൈവം വിടുമ്പോൾ ഈ ജീവിതത്തിനു വേണ്ടി മാത്രം പിന്നീടൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കാതെ, എറ്റേണൽ ലൈഫിനെ പറ്റി ചിന്തിക്കാതെ, ഈ ജീവിതത്തിൽ മാത്രം, ഈ ജീവിതത്തിന്റെ സുഖലോലുപതയിൽ, ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജടികമായ എല്ലാ മേഖലകളിൽ കൂടെയും വ്യാപരിക്കുന്ന പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യ വ്യക്തികളായിട്ട് നാം ജീവിക്കുകയാണെങ്കിൽ നാം എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ് എന്ന് വചനം നമ്മോട് പറയുകയാണ്. ആയതിനാൽ നമ്മൾക്ക് ഈ ലോകത്തിൽ ആയിരിക്കുവാന്, ഈ പ്രവാസ ജീവിതത്തിനായിട്ട് ദൈവം അനുവദിച്ച സമയത്ത് നാം പ്രത്യാശ വയ്ക്കേണ്ടത് ഉന്നതങ്ങളിലാണ്. അത് നാം മറക്കരുത്. പ്രത്യേകിച്ച് കർത്താവിന്റെ ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ പറ്റി നാം പറയുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ആ ഉയർപ്പ് പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശയിലായിരിക്കുവാന് നാം ഓരോരുത്തരും ശ്രമിക്കുകയും മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. എന്നെ ശ്രവിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനമേ, ദൈവം നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് യേശുവിലുള്ള പ്രത്യാശയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരികയും കർത്താവിന്റെ വലിയ സമാധാനവും സന്തോഷവുമൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, സാമൂഹിക ജീവിതങ്ങളിൽ ഒക്കെ അനുഭവിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. കർത്താവ് സ്നേഹമാണ്. കർത്താവ് തരുന്നത് സമാധാനമാണ്. ആ സമാധാനം സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. യേശുക്രിസ്തുവിന് നമ്മോടൊത്ത് ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പെർമിഷൻ ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ നാം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഒന്ന് തയ്യാറാകണം. അതിന് യേശുക്രിസ്തുവിന് ഉള്ളിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും പെർമിഷന് ആവശ്യമാണ്. അവൻ നമ്മുടെ സൃഷ്ടാവാണ്. ഒക്കെ ശരിയാണ്. എന്തുകൊണ്ട് കടന്നു വന്നുകൂടാ എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് വിട്ടപ്പോൾ ദൈവം നമ്മിൽ നിന്ന് നമുക്ക് എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും ദൈവം തന്നിട്ടാണ് ഈ ലോകത്തിലേക്ക് നമ്മെ കടത്തിവിട്ടത്. നന്മയും തിന്മയും എല്ലാം ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. കർത്താവ് ഒന്നിനും നമ്മളെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. ആയതിനാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കാതെ നാം ഇനിയുള്ള ജീവിതത്തെ കൂടി കരുതിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം പരിശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിയുന്ന, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന അനേക ആയിരങ്ങൾ ഈ ലോകത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.
രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീണാൾ വാഴേണം ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീണാൾ വാഴേണം എന്നെ നിന്റെ മുമ്പിൽ നൽകിയിടുന്നേ എൻ പാപമേതും മായിച്ചു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേഗം ആനന്ദമായി ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമായി ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീണാൾ വാഴേണം സ്നേഹനാഥ ഒരു ബലിയായി ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു പ്രിയനായി എന്നെ സ്വീകരിക്കൂ അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാഥ ഞാൻ
നീണാൾ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നെ ചേരേണം. എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നെ ചേരേണം. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനകത്താൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. മനുഷ്യജീവിതത്തില് ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും മധ്യത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയില് കർത്താവ് തന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും അവസാനം 3-ാം ദിവസം ഉള്ള ഉയർപ്പ് വളരെ പ്രത്യാശ നൽകുന്ന ഒന്നാണ്. കഷ്ടതയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോകുന്ന മനുഷ്യകുലത്തിന് ഉയർപ്പിലാണ് പ്രത്യാശ ലഭിക്കുന്നത്. ഒത്തിരിയേറെ പ്രത്യാശ നൽകുന്ന ഒന്നാണ് ഉയർപ്പ് എന്നത്. മരണത്തിന്റെ മധ്യത്തിൽ ജീവന്റെ തുടിപ്പ് കാണപ്പെടുന്നതാണ് ഉയർപ്പ് എന്നത്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സങ്കടത്തിൻ്റെതായാലും ദുഃഖത്തിൻ്റെതായാലും അവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണോ ഞാനും നിങ്ങളും? അവിടെയെല്ലാം പ്രത്യാശ കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാന് ഈ ഉയർപ്പ് പെരുന്നാള് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയെ അനുഭവിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകുവാന് ഞാനും നിങ്ങളും മറക്കരുത്. ഉയർപ്പിന്റെ പ്രത്യാശ നൽകുന്ന ഒരു സമൂഹമായിട്ട് നാം ഓരോരുത്തരും മാറണം. നമ്മുടെ സമൂഹത്തിൽ അനീതിക്കും അക്രമത്തിനും എതിരെ പ്രതികരിക്കുവാനും അതിനെതിരെ സ്വരമുയർത്തുവാനും അങ്ങനെ കർത്താവിന്റെ രാജ്യം വരുവാൻ വേണ്ടി ഏക മനസ്സോടുകൂടി നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഉള്ളവരെ കഷ്ടതയുടെ നടുവില് യേശുക്രിസ്തുവിനുണ്ടായ മനോഭാവം നമ്മളിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഞാനും നിങ്ങളും ഈ ലോകത്തിന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ലോകത്തിൽ ആയി എന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് കുരിശിലെ മരണം വരിക്കുവാന്, കുരിശില് തന്റെ ജീവൻ ബലിയായി അർപ്പിക്കുവാന് തയ്യാറായപ്പോൾ, കുരിശിന്റെ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള അപമാനങ്ങൾ ഏറ്റുവാങ്ങി, ഏതെല്ലാം തരത്തിലുള്ള അവിടുന്ന് കളിയാക്കലുകൾ ഏറ്റുവാങ്ങി. അവിടെയെല്ലാം വേദനയുടെ നടുവിലും ദുഃഖത്തിന്റെ നടുവിലും കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് നിശബ്ദനായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാട്ടുവാറ് കണ്ട് അടിച്ചപ്പോഴും മുഖത്ത് തുപ്പിയപ്പോഴും എല്ലാം നിശബ്ദനായിട്ട് നിൽക്കുന്ന ഒരു യേശു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ, മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ ദൈവത്തെ പ്രതി സഹിക്കുവാന് ഞാനും നിങ്ങളും തയ്യാറാണോ? എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ രക്ഷപ്പെട്ടു. ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മളൊരു നാമൊന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു പ്രയാസം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ നമുക്കത് സഹിക്കുവാൻ പോലും സാധിക്കത്തില്ല, നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല. അങ്ങനെയായി മാറാതെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള വലിയ കൃപ യേശുവേ, നീ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അയച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. നമുക്കുണ്ടാകുന്ന സന്തോഷമായാലും സങ്കടമായാലും ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന മനോഭാവം, എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെ സങ്കടത്തിലും സന്തോഷത്തിലുമെല്ലാം ഒരുമിച്ചായിരിക്കുവാന് ദൈവം ആഗ്രഹിക്കുന്നു. ിന്റെ മനോഭാവമുള്ള വ്യക്തികളായിട്ട് ഈ സമൂഹം മാറട്ടെ, നമ്മൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ പോലെ ചെറുതാകുവാന്, യേശുവിനെ പോലെ ചെറുതാകുവാന് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന ആ തിരുവചനം ഞാൻ ഓർക്കുകയാണ്. അങ്ങനത്തെ ഒരു മനോഭാവത്തിലൂടെ കടന്നു പോകുവാന് ഇന്ന് നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്നെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളും യേശു ക്രിസ്തുവിന് ഉണ്ടായ മനോഭാവം സ്വീകരിക്കുമ്പോൾ
ഉദ്ധിതനായ യേശു നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വലിയ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കണമേ എന്ന് സ്നേഹത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആത്മാവിനൾത്താര തന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം, ആത്മാവിനൾത്താര തന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് നമ്മെ പരമേൽപ്പിച്ചത് ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാനാണ്. എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ എന്ന് വചനം പറയുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ കുരിശും വഹിച്ചുകൊണ്ടുള്ള ആ യാത്ര നമ്മുടെ ജീവിതങ്ങളിൽ ഒരു മാതൃകയാകുവാൻ തക്കവണ്ണം ഇടയ്ക്ക് ആ യാത്രയെപ്പറ്റി ധ്യാനിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. കർത്താവ് വഹിച്ച പീഡകള്, സഹനങ്ങള് നോക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങള്, പീഡകള് എത്ര നിസ്സാരമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആയതിനാൽ നമ്മുടെ വീടുകളിൽ, സമൂഹത്തിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്ന പീഡകള് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. യേശുക്രിസ്തുവിനെ പ്രതി ക്ഷമിക്കുവാന്, പൊറുക്കുവാന് ഉള്ളൊരു വലിയ മനോഭാവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാലല്ലാതെ അങ്ങനെ ഒരു മനോഭാവത്തിൽ നമുക്കായി മാറുവാൻ സാധിക്കത്തില്ല. അതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ, മകളെ, നമുക്ക് ഈ സമയത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവെ, എന്റെ എല്ലാ വേദനകളും അങ്ങേ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കുന്നു. കർത്താവെ, എന്റെ എല്ലാ പരാതികളും, എനിക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും, എന്റെ സാമ്പത്തിക, എന്റെ ജോലി മേഖലകളിലെ തടസ്സങ്ങള്, എന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങള്, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഈശോയെ ഞാൻ അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഇറക്കി വെക്കുന്നു. ഇനിയുമുള്ള എന്റെ ജീവിതകാലം മുഴുവന് കർത്താവില്, ദൈവത്തില് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെല്ലാം എപ്പോഴും മധുരിക്കുന്ന അനുഭവങ്ങൾ മാത്രമല്ല, കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും ഉണ്ടായി എന്ന് വരാം. അവിടെയെല്ലാം പിടിച്ചു നിൽക്കുവാന്, യേശുവിനെ പോലെ സഹിക്കുവാന് ഉള്ള വലിയ കൃപ സ്വർഗത്തിൽ നിന്ന് നമുക്കൊരോരുത്തർക്കും ദൈവമേ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാൽ കർത്താവായ യേശുവേ, ഞങ്ങളുടെ മേല് അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹായനായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേല് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ സഹിക്കുവാന്, അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള ബലം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് യേശുവെ, അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ അനിശ്ചിതത്വത്തിൽ നിന്ന്, എല്ലാ വിഷമത്തിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ തക്കവണ്ണം നമുക്ക് ഉള്ള ശക്തി സ്വർഗം തരും. യേശുവിന്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ പൂർത്തീകരണമാണ്. ഇവിടെയെല്ലാം നമുക്ക് പ്രത്യാശ നൽകുന്ന കാര്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. ലണ്ടൻ മലയാളം റേഡിയോയുടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈസ്റ്ററിന്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇന്നത്തെ ഒരു ദിവസം അനുഗ്രഹിക്കപ്പെട്ട, വളരെ സന്തോഷത്തിൻ്റെതായ, പ്രത്യാശയുടേതായ ഒരു ദിനമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ ലോകം മുഴുവന്, ദൈവത്തിന്റെ ചൈതന്യം ഈ ലോകം മുഴുവൻ വന്നു നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നമ്മളെല്ലാവരെയും കർത്താവിന്റെ ആത്മാവ് കൊണ്ട് നിറയട്ടെ, ദൈവത്തിന്റെ ചൈതന്യം കൊണ്ട് നിറയട്ടെ. വലിയ പ്രത്യാശയുടെ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒത്തിരി സ്നേഹത്തോടുകൂടി ഷിജു.